നീണ്ടു നിന്നാൽ സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കില്ല. ആശങ്കപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളുണ്ടാവും. പലർക്കും വിദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടവരുണ്ട്, തിരികെ ഇങ്ങോട്ട് വരേണ്ടവരുണ്ട്. ഇവരൊക്കെ താൽക്കാലികമായ യാത്രയൊന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും നീണ്ടുപോയാൽ അത് അവരുടെ ജോലി ജീവിത സാഹചര്യങ്ങളെ അതിഗുരുതരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വെല്ലുവിളിയാണ് പൊതുവിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ്. എന്തായാലും ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, തങ്ങൾക്ക് നേരെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുന്നുണ്ട്. 6th വേവാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലേക്ക് അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവുന്നു എന്നതാണ്. അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഒട്ടും ചെറുതായിരിക്കില്ലതാനും. ആ തരത്തിലുള്ള പ്രതിസന്ധി പൊതുവിൽ അവിടെ ഉണ്ടാവുന്നു എന്ന സാഹചര്യം കൂടിയാണ്. ഇതിനിടയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ബാധ്യത വെല്ലുവിളി ഉണ്ടാക്കുമെന്ന സൂചനകൾ തന്നെ. അജയ് സുധ ബിജു നമുക്കൊപ്പമുണ്ട്. അജയ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ് എണ്ണവില ഉയരും, അത് ഉറപ്പാണ്. ഒപ്പം സ്വർണ്ണവില, ഇത് ആഗോള വിപണിയിൽ തന്നെ നേരത്തെ ഉക്രൈൻ റഷ്യ സംഘർഷ സമയത്ത് തന്നെ സ്വർണ്ണവിലയിലെ മാറ്റം നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോഴും ഉയരുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ ബാധ്യത, പ്രതിസന്ധി ഉണ്ടാക്കുമോ പശ്ചിമേഷ്യൻ സംഘർഷം? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഉൾപ്പെടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഒരു പ്രത്യാഘാതങ്ങൾ ആഗോള മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ മേഖലയിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട ചില പുതിയ അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ മിനാബിലുള്ള ഒരു എലമെൻ്ററി സ്കൂളിൽ ആക്രമണം നടന്നിരുന്നു. ഇസ്രായേൽ മിസൈൽ പതിച്ച് ആക്രമണം നടന്നതാണ്. ഇവിടെയുള്ള മരണസംഖ്യ ഇപ്പോൾ 148 ഉയർന്നിട്ടുണ്ട്. 148 കുട്ടികൾ ഇവിടെ മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇറാനിലുള്ള സ്പീക്കറായിട്ടുള്ള ഇറാൻ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖലീബാഫ്, അദ്ദേഹം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അമേരിക്ക റെഡ് ലൈൻ ക്രോസ് ചെയ്തു, അമേരിക്ക അതിര് കടന്നു, ഇതിനുള്ള ഫലം അവർ ഇതിനുള്ള ഫലം അനുഭവിക്കുമെന്നാണ് മുഹമ്മദ് ബാക്കർ ഖലീഫ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ മേഖലയിൽ സംഘർഷം അത് കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ദോഹയിൽ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജോർദാൻ ഇതിനിടയിൽ കുറച്ച് ഇറാനിയൻ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത് അവർ നശിപ്പിച്ച് കളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലും നിരന്തരം ഇപ്പോൾ ഈ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പോസ്റ്റാണ് നേരത്തെ ഇങ്ങനെയുള്ളത്. അതിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു കർശന നിർദ്ദേശം എന്ന് പറയുന്നത്. അതായത് അമേരിക്കയ്ക്കും തക്കതായിട്ട്